Welcome to Adrija's Vlogs. My name is Adrija with my sister Adrija. നിങ്ങൾ അച്ഛനടുത്ത് കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് ഒരു നേരമെങ്കിലും ഫുഡ് പ്രൊവൈഡ് ചെയ്യണമെന്ന്. അങ്ങനെ അച്ഛൻ അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ വിനയചന്ദ്രൻ അങ്കിളിനെ പറ്റിയിട്ട് അറിയുന്നത്. അങ്കിൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്കിൾ എല്ലാ ദിവസവും 100-150 പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അച്ഛൻ അങ്കിളിനെ വിളിച്ചിട്ട് നമുക്കൊരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്കിള് സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അങ്കിളുടെ സഹായത്തോടെ ഒക്കെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്കിൾ 25 വർഷമായിട്ട് ഫുഡ് മുടങ്ങാതെ കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അങ്കിളിനുണ്ടാവണം. എല്ലാവരും അങ്കിളിനെ സഹായിക്കണം. എന്നാലേ അങ്കിളിന് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അങ്കിളിൻ്റെ അതിന് ഫുഡ് മേടിക്കാനായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെയും ഇതിനൊരു ഭാഗമാക്കിയതിന് അങ്കിളിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്കിൾ ഇത് മാത്രമല്ല ചെയ്യുന്നത്, വേറെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മീനോൻ അങ്കിളിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞത്. ഞാനിത് തുടങ്ങുന്നത് മക്കളെ ഒരു 25 വർഷം കഴിഞ്ഞു നിങ്ങൾ തുടങ്ങിയത്. അങ്കിള് തുടങ്ങിയത് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് കൊടുത്താലും ആർക്കും മതി വരില്ല. നമുക്ക് മതിയെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമുണ്ട് മക്കളെ. അതായത് അങ്കിള് ഒരു 25 വർഷം മുന്നേ ഒരു വീട്ടിൽ വിളവുക്കല്ലെന്ന് പറയുന്ന ഒരു വീട്ടിൽ അങ്കിള് പോയി. ഒരാൾ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും പട്ടിണിയിൽ വളരെ ഒരു പ്രശ്നത്തിൽ കിടക്കുന്ന ഒരു കുടുംബമായിരുന്നു. അങ്കിളവിടെ ചെന്നപ്പോൾ ഒരു കുടുംബത്തിൽ 5 പേര്, അതിൽ അമ്മ മാത്രം മാനസിക രോഗിയല്ല, ബാക്കി എല്ലാ മക്കൾ മാനസിക രോഗിയാണ്, ഹസ്ബൻഡ് മരിച്ചു പോയവരെ. അപ്പോൾ അങ്കിള് ചെന്നപ്പം ഭക്ഷണമില്ലാതെ ഒരു മകൻ അവൻ്റെ മലം തന്നെ കഴിക്കുന്നത് കാണാൻ അങ്കിളിടെ അത് അങ്കിളിനെ ഭയങ്കരമായിട്ട് മനസ്സിലൊരു വലിയൊരു ഷോക്ക് തന്നാണ്. അന്ന് മുതൽ അങ്കിള് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ അങ്കിളിന് പറ്റുന്നുണ്ട്. അത് ഒരുപാട് പേരുടെ സഹായം. ഇന്ന് മോള് തന്നില്ലേ, അതൊക്കെ ദൈവം കൊണ്ടുവരുന്ന ഓരോ സഹായങ്ങളാണ്. പിന്നെന്താണ് അറിയേണ്ടത്? ഓക്കെ, മോളും ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്കായാലും പാവങ്ങൾക്കായാലും എല്ലാം നമ്മൾ ഷെയർ ചെയ്യണം ഫുഡ് കേട്ടോ. അതുമാത്രമല്ല നമ്മൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കരുത്. നമ്മൾ കഴിക്കുന്ന ഒരു റൈസ് നമ്മൾ കഴിക്കുമ്പോൾ അത് വെളിയിൽ പോവുകയാണെങ്കിൽ അത് ഒരുപാട് പട്ടിണിക്കാരുണ്ടാവും ഇതില്ലാതിരിക്കുന്നത്. നമുക്ക് എല്ലാവരുടെയും പട്ടിണി അടക്കാൻ പറ്റില്ല, നമുക്ക് കുറേ പേരുടെ ഇത് ചെയ്യാം. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോഴും ഫുഡ് ഷെയർ ചെയ്യണം നമുക്ക്. ഓക്കെ, ഈ പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന അങ്കിളിന് ജഗദീശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്രിജ ആത്മിക അങ്കിളിനെ സഹായിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആരുടെയും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഒരുപാട് കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.